ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ റമദാന്റെ നോമ്പിന്റെ 2ാമത്തെ ദിവസമാണ് കേട്ടോ ഇതില്. അപ്പൊ ഇന്ന് ഞാൻ പത്തിരിയൊക്കെ എന്നെ ചുട്ട് വെച്ച് പെരത്തി റെഡിയാക്കി വെച്ചത്. അപ്പൊ പത്തിരി എടുത്ത് ചൂടുകയാണ് കേട്ടോ. അപ്പൊ ഇന്നലെയും അതുപോലെ തന്നെ പത്തിരിയായിരുന്നു, ഇന്നും പത്തിരിയാണ് മെയിൻ. നമ്മളെ കുറച്ച് ദിവസം എന്താ പറയാ പത്തിരി തന്നെയായിരിക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി ഇങ്ങനെ എടുക്കും. അപ്പൊ നമ്മള് വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അടിച്ചമർത്തി പോവാട്ടോ. അപ്പൊ നല്ല പത്തിരി കണ്ടെങ്കിൽ നല്ല പൊള്ളച്ച് നല്ലതായിട്ട് വരുന്നുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ അടുത്തിങ്ങനെ ഇവിടെ വെക്കണത് എന്താ പറയുക, ചൂടാറിയിട്ട് എന്നിട്ട് ഒരു പാത്രത്തിലാക്കുക. 3 പേർക്കല്ല, അപ്പൊ 3 പേർക്ക് ഇങ്ങനെ കാണിച്ചാൽ 3 പ്ലേറ്റ് അതിൽ നിന്ന് എടുത്തിട്ട് 3 പിന്നെ അതിലേക്ക് സെറ്റിക്കുള്ള 3 ഇത് കപ്പ് എടുത്തു. അതുപോലെ തന്നെ ഇതൊരു 4 എടുക്കുന്നു. അങ്ങനെ എല്ലാം പെരുമാറ്റിങ്ങാണ്ട് ഗ്ലാസും കപ്പും ചോക്കറും എല്ലാം റെഡിയാക്കി അതിലേക്ക് അയക്കിന്റെ സെറ്റിക്കുള്ള സംഭവം ഇതും അതുപോലെ തന്നെ ഒന്നും വെച്ച് മാത്രം. അപ്പൊ നമ്മളെ നോമ്പിന് ഇപ്രാവശ്യത്തെ നോമ്പിന് ഈ ഒരു പ്ലേറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്ലാസ്സിന് ഇപ്പൊ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ തരാൻ വേണ്ടിട്ട് ഞാനൊരു 3 ഗ്ലാസ് എടുത്തിട്ട്, ലൈം ജ്യൂസ് ആണെങ്കിൽ അതേപോലെ തന്നെ ഒരു 3 ഗ്ലാസ് കൊടുക്കുക. അപ്പൊ ഇന്ന് ഇത് മാത്രം മതി നമുക്ക് യൂസ് ആക്കാൻ. ഇതും വെക്കാം. ഇത് മാത്രം, ഇതിലുള്ളത് മാത്രമേ ഉപയോഗിച്ചാൽ മതി. അത്ര ഇന്നത്തെ ഇന്ന് നമുക്ക് എന്താ നോമ്പ് തുറക്കുമ്പോഴുള്ള ഫ്രൂട്ട്സ് തന്നെ കേട്ടോ. ഇന്നലത്തെ ഫ്രൂട്ട്സ് തന്നെ നമുക്ക് ഇന്നുള്ളത്. അതായത് മുസമ്പി, ഓറഞ്ചും, വത്തക്ക, പിന്നെ നമ്മളെ പച്ചമുന്തിരി. അപ്പൊ ഈ പച്ചമുന്തിരി ഉണ്ടല്ലോ, ഞാൻ കുറച്ച് സമയമായിട്ടുള്ളത് വെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ടത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഉപ്പിട്ട് കാട്ടി നമ്മള് എന്താണെങ്കിലും കുറച്ച് സമയം ഉപ്പിട്ട് കാണും. മുന്തിരി ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ ഉപ്പിട്ടിട്ട് വെക്കുക കേട്ടോ, എടുത്ത് വെക്കുക. എന്നിട്ട് അത് നല്ലോണം നമ്മൾ എടുത്ത് ഇതാക്കിയിട്ട് പിന്നെ കുറച്ച് കഴുകുക. അപ്പൊ ഞാൻ ഈ പാത്രത്തിൽ ഇന്നലെ ഈ ഒരു ഇതിൽ തന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് ഇത് തന്നെ സെറ്റ് ആക്കിയത് കേട്ടോ. ഈ ഒരു പ്ലേറ്റ് തന്നെ, ഈ ഒരു പാത്രം കണ്ടോ, ഈ പാത്രം കണ്ടോ, ഈ ഒരു പാത്രമാണ് ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഇടാൻ വേണ്ടി. നമുക്ക് കുറെ പാത്രങ്ങൾ എടുക്കും. ഇന്നലത്തെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഒത്തിരി ബാലൻസ് ആട്ടോ. കുറെ ബാലൻസ് വന്നിരുന്നു. മുന്തിരി നല്ല, ഞാൻ പ്രസവത്തിനൊക്കെ പോണ സമയത്ത് നമ്മളെ വയറ്റിലുണ്ടായ നമ്മൾ ലേബർ റൂമിക്ക് പോകില്ലേ, ആ ടൈമിലൂടെ ഞാൻ എന്താ ചെയ്യുന്ന അറിയാം, മുന്തിരി കഴിക്കും. അത് ചെയ്യുമ്പോഴാണ് ലേബർ റൂമിൽ കൂടി ഞാൻ പോവുക. നമ്മൾ കടിച്ചു മുറിച്ച് കഴിക്കൂല, അങ്ങനെ കഴിക്കൂല. അതിങ്ങനെ എടുത്തിട്ട് എന്താ അതേമാതിരി നമ്മൾ ജ്യൂസ് അടിക്കുന്ന മുന്തിരി അത് വരെ കഴിക്കും ഞാൻ വയറ്റിലുണ്ടാകുന്ന സമയത്ത്. പ്രത്യേകിച്ച് ലേബർ റൂം, ഹോസ്പിറ്റല് ആ ടൈമിലൊക്കെ പ്രത്യേകിച്ച് കഴിച്ചിരുന്നതായിരുന്നു ഞാനത്. ആ ചൂടിലെ നല്ല ചൂടാണ്. ഇനി ഇതാക്കണേ, ഇത് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് ഇനി ഞാൻ ഫ്രിഡ്ജിലെടുക്കാം. ഞങ്ങൾ നോമ്പ് തുറക്കാൻ നേരത്തിൽ നമുക്ക് എടുക്കുക, കഴിക്കുക. അപ്പൊ നല്ല തണുപ്പിടിക്കാണെങ്കിൽ നല്ല തണുപ്പ് വേണം. ഇത് അതേപോലെ തന്നെ ഇത് കണ്ടല്ലോ, നമ്മള് ഷുഗർ ആഡ് ചെയ്തിട്ട് നല്ലോണം കലക്കിയിട്ട് വെച്ചതാണ് നമ്മള് ഫ്രിഡ്ജിൽ. നല്ല തണുപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒരു പാത്രം എത്ര ആവശ്യത്തിന് നമുക്ക് വേണമെന്നുള്ള രീതിക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഏറ്റവും വലിയ ടിപ്പുകൾ, അതായത് ഓരോന്ന് പെട്ടെന്ന് എങ്ങനെ ചെയ്യാം. മറ്റേത് നമ്മള് എന്താ ഷുഗർ ഇതാക്കി കലക്കി അതായത് നമ്മള് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ തണുത്ത വെള്ളത്തിൽ നമ്മൾ എത്ര ഷുഗർ ഇട്ടാലും കാണൂല, എത്ര ഷുഗർ ഇട്ടാലും കാണൂല. അപ്പൊ നമ്മൾ എന്താ പറയുക, ഷുഗർ ആദ്യം കലക്കി ഇതാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. അപ്പൊ എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ലെമൺ എടുക്കുക. ലെമൺ നമുക്ക് എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ലെമൺ ജ്യൂസ് എടുക്കുക, പിന്നെ ഇത് ഒഴിക്കുക. നിങ്ങളൊക്കെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ വീട്ടിൽ ഇങ്ങനെ കാണലുണ്ടോ? നല്ല പച്ച ലെമണാണ് കേട്ടോ. നല്ലത് തന്നെ വേണം. ഇത് ഇങ്ങനെ ഇതിന്റെ ജ്യൂസ് എടുക്കണ ഇതൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്, മെഷീനൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൈകൊണ്ട് ചെയ്യുന്ന ആ ഒരു വേറെ തന്നെ. എനിക്ക് അതൊന്നും എടുത്താല് ഇതാവൂല. അപ്പൊ വെറുതെ നമ്മൾ എടുത്തുങ്ങാണ്ട് നമ്മളെടുത്ത് പരന്ന് പിന്നെ അത് കഴുകി വെക്കാനാവുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോ അത് വേറെ തന്നെ. അതിന്റെ തൊലിയാണ് നമുക്ക് വേണോ? ഇനി ഇതെന്താ ചെയ്യാൻ പറയാ, ഞാൻ ഈ തൊലികളൊന്നും കളയില്ല. നമ്മളെ നോമ്പ് കഴിയുമ്പോൾ, നോമ്പിന്റെ മുന്നേ ഞാൻ ചെയ്യും. നോമ്പ് കഴിയുമ്പോൾ നമ്മളെ ഭരണികളൊക്കെ ഉണ്ടല്ലോ നിറയും. ഞങ്ങൾക്ക് ഈ ഒരു കപ്പിന് ഒരു കപ്പ് ഞങ്ങൾക്ക് മതി. ഇനി ഇതേപോലെ ഇത് നമ്മൾ നല്ലോണം കഴുകണം. അപ്പൊ ഈ 2 ദിവസം ഇതിപ്പോ എങ്ങനെ അയച്ചാൽ 2 ദിവസം 3 ദിവസത്തിൽ വെള്ളം ലൈം ജ്യൂസിൽ എടുക്കാം. ഇടാണ്ട് ഇട്ടാൽ നമ്മൾ ലൈം ജ്യൂസ് അടിപൊളിയായി. ഇതിക്കിനിപ്പോ
ഇനി കസ്കസ് നമുക്ക് വെള്ളത്തിലിട്ടേക്കണം. നമ്മളെ പച്ചമുന്തിരി ഉണ്ടല്ലോ, മുന്തിരി ഞാനിത് ഇങ്ങനെ ഒന്ന് വെട്ടിയിട്ടോ. നല്ല രസമാണ് കടിക്കുമ്പോ ഇങ്ങനെ. പിന്നെ അതേപോലെ നമ്മളെ കാരക്ക, ഈ കാരക്ക കേട്ടോ പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. പള്ളിയിൽ നിന്ന് കിട്ടിയ നിലമ്പൂർ സോൺ കമ്മിറ്റിന്റെ ഇതിൽ നിന്ന് കിട്ടിയതാണിത്. ഇതിന് ക്യാഷ് കൊടുത്തിക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് വരുമ്പോ നമുക്ക് തരും. പക്ഷെ ഇതും അതേപോലെ തന്നെ ചെറുതാക്കിയിട്ട് നുറുക്കിയിടുക. ഒരു 2 എണ്ണം ഇങ്ങനെ കുഞ്ഞു കഷ്ണാക്കി ഇങ്ങനെ ഇതിന്റെ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതാക്കാം നമ്മളെ കസ്കസ് ഉണ്ടല്ലോ, ഇത് ഇടിച്ചിരി. ഇത് കൂടുതലുണ്ടായാലും കുഴപ്പമില്ല. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമുള്ള ഷുഗർ ഇടുന്നത്. ഇതിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി ഷുഗർ. അല്ലാതെ നമ്മൾ ഇതിലൊക്കെ ഉള്ളതാണ്. അതായത് നമ്മളെ വാട്ടർ മെലോണ്, പിന്നെ മുന്തിരിയാണ് ഉള്ളത്. അപ്പൊ ഇതാക്കണേ നമ്മളെ വത്തക്ക സർവത്ത് റെഡിയായി. ഇനി എനിക്ക് ഇന്നത്തെ നമ്മള് ഇതിക്കൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഭൂരി. നമ്മളാ ചെറിയ റൗണ്ടിൽ മഞ്ഞ കളറായി കാണുന്നുണ്ടാവില്ലേ ഭൂരി, ഇങ്ങനെ പൊട്ടിക്കുമ്പോ മുറുമുറും പൊട്ടിക്കണേ കുഴഞ്ഞ ഭൂരിയല്ല, നല്ല പൊട്ടിക്കുന്ന സൈസ് ഭൂരി കേട്ടോ. ആ ഭൂരിക്ക് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാന് ഉപ്പ് ഇട്ടു. ഉപ്പും പിന്നെ ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം, അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് കരിഞ്ജീരകം ഉണ്ടെങ്കിൽ കരിഞ്ജീരകം ആഡ് ചെയ്യാം. ഞാനിപ്പോ ഈ കഴിയുന്നത് ജീരക കേട്ടോ. ഭയങ്കര ചൂടാണ്. ഞാൻ പറയേ AC കിച്ചണിലാണ് AC വെക്കണ്ടി, റൂമിലല്ല AC വെക്കണ്ടി. മെയിൻ കറണ്ട് പോയോ കിച്ചണില് AC എളുപ്പം ഫിറ്റ് ചെയ്തൂടെ എല്ലാരും. ഈ പെണ്ണുങ്ങൾ കൂടുതലും കിച്ചണിലാണല്ലോ ഉള്ളത്. കിച്ചണിൽ കണ്ട് നിൽക്കുമ്പോൾ ഇതെല്ലാരും റൂമിൽ കൊണ്ടുപോയി വെക്കും. ഇത് കുഞ്ഞി ഇതുണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുക. ഇതിനും കുഞ്ഞ ഇതേക്കാരുണ്ടാക്കുക. പക്ഷെ ഞാനൊരു ഏകദേശം കുറച്ച് വലിയതാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കുഞ്ഞിതുണ്ടല്ലോ, ഇത് 2 എണ്ണാക്കാം. എന്നിട്ട് പെരത്താം. ഇതേപോലെ പെരത്തുക കേട്ടോ. ഇങ്ങനെ അധികം വലിപ്പൊന്നും വേണ്ട. ഇനിയിപ്പോ റൗണ്ട് വലിയതാക്കണമെങ്കിൽ ആക്കാം. വലിയ റൗണ്ട് ആക്കാം. കണ്ടോ? ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ ആക്കിയിട. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ആക്കി വെക്കുക ചെയ്യാട്ടോ. എന്നാ പിന്നെ എടുക്കാന് ചൂടുണ്ടാകാൻ പാടില്ല. ചൂടുണ്ടായാണ്ട് വിലങ്ങരച്ചതാവും. മാറ്റി ഇങ്ങനെ ഇട്ടാ മതി. ഇത് അപ്പൊ തന്നെ ഇങ്ങനെ ചെയ്യാനുള്ളതാണ്. അപ്പൊ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കിൽ പെട്ടൊരു സംഭവമാണ്. പിന്നെ ഇത് പൊരിച്ചെടുക്കുക. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെയാണ് നോൽബിനൊക്കെ ഇതൊരു ഒരു ഇത് തന്നെയാണ് ഉണ്ടാക്കുക. അപ്പൊ നമ്മളെന്താ പറയാ, നമുക്ക് ഇപ്പൊ കണ്ടേക്ക് അതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ചൂടാണ്, നമുക്ക് പറ്റൂല പറയാം. പക്ഷെ നമുക്ക് എന്താ പറയുക, നോൽബിനൊക്കെ ആകുമ്പോൾ അതൊന്നും ഉണ്ടാക്കണം. ഒന്ന് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടി നമ്മുടെ പ്ലേറ്റിലൊന്ന് കാണണത്. നമ്മൾ ഫുഡ് ഇത് കഴിക്കുന്ന സമയത്ത്, തുറക്കുന്ന സമയത്ത് അത് നമുക്ക് ഇങ്ങനെ കാണേലും വേണം. ഭൂരി കണ്ടോ, ഭൂരി ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഈ ഇതാ കണ്ടോ, ഈ ഒരു കളറിൽ ആവുമ്പോ നമ്മളിങ്ങനെ എടുക്കുക. എനിക്കെന്താ പറയാ, കളറ് നല്ലോണം ഇങ്ങനെ ആയി കിട്ടണം. അപ്പോഴാണ് ഇതിന്റെ രസം. ഇത് പപ്പടൊക്കെ പൊരിച്ചിട്ട് കോലോടെ തന്നെ ഞാൻ കത്തിയോടെ തന്നെ എടുത്താണ് കേട്ടോ. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെറുതാക്കി ചുട്ടെടുക്കുക. ചുട്ടല്ല, ഫ്രൈ ചെയ്യും. പാപ്പിച്ചോളല്ലേ? പിന്നെ പാപ്പിച്ചോളല്ലേ കുടിക്കിട്ട് ഈ വെള്ളം കുപ്പിഞ്ഞു ഫുള്ള് കറക്കുമ്പോ ഞാൻ കുടിച്ചു വെച്ചു. പകല് കുടിച്ചാൽ നന്ദി. ഈ പാത്രത്തിന് തണുപ്പ് പോകില്ല കേട്ടോ. ഈ പാത്രത്തിന് തണുപ്പ് പോകില്ല. അത് ഫ്ലാസ്ക് വരിക. അപ്പൊ ഞാനേ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവെക്കട്ടെ കേട്ടോ. ഒരു എത്രയും സമയം അരേ ഓരോന്ന് കഞ്ഞി കുഞ്ഞാമാനെ കൂട്ടാനും പിന്നെ താക്കളെ സമൂസ. ഇതിൽ അതേപോലെ ചായയാണ് കേട്ടോ. ഇനിയുണ്ട്
പത്തിരി അതേമാതിരി ചപ്പാത്തി ചപ്പാത്തിയും പത്തിരിയൊക്കെ ഒരു ഭാഗത്താക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താണെന്നറിയോ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാറ്. ചിലപ്പോ ഒരു കഴിക്കും, ചിലപ്പോ ഷാജിയൊക്കെ കഴിക്കും. അപ്പൊ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പൂരി തീക്കിട്ടണം. ഇന്നത്തെ അൽഹംദുലില്ലാ രണ്ടാമത്തെ നോമ്പാണ്. രണ്ടാമത്തെ നോമ്പിലുള്ളതാണ് ഉണ്ടാക്കിയതാണിത്. അൽഹംദുലില്ലാ നല്ല ഹയറായിട്ട് നമുക്ക് ഇതാക്കി പൂരി ഉണ്ടാക്കി. പിന്നെ ഇത് നമ്മളെ കുഞ്ഞാമാന്റെ സ്പെഷ്യലാട്ടോ. ചിക്കന് എല്ലാം കുറെ വെജിറ്റബിൾ ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയതാണിത്. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ തൈക്കഞ്ഞി, നാരങ്ങ വെള്ളം, പിന്നെ നമ്മുടെ സർബത്ത് പിന്നെ നമ്മുടെ കറിയാട്ടോ. അതാ അടിപൊളി കിഴങ്ങൊക്കെ ഇട്ടുകൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങളെ സമൂസ 3 പിന്നെ അതാക്കളെ പൂരി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവുക. ഷാജിയെ അപ്പൊ നമ്മളത്